ജനവാസ സ്ഥലങ്ങൾക്ക് കോളനി എന്ന വാക്ക് ഉപയോഗിക്കരുതെന്ന സർക്കാർ ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത്. മന്ത്രിസ്ഥാനത്ത് നിന്ന് പടിയിറങ്ങും മുമ്പ് മന്ത്രി കെ രാധാകൃഷ്ണന്റെ അവസാന ഉത്തരവ്. ആ ഉത്തരവിനോട് തികഞ്ഞ യോജിപ്പുണ്ട്. എന്നാൽ ഇവിടെ പറയാൻ പോകുന്നത് വിയറ്റ്നാം കോളനിയെ കുറിച്ചാണ്. 1999 പുറത്തിറങ്ങിയ വിയറ്റ്നാം കോളനി സിനിമയിലെ ആ കോളനി അല്ലെങ്കിൽ ആ സ്ഥലത്തേക്കാണ്, റാവുത്തറിന്റെ ഇടത്തേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടറുടെ യാത്ര. അമേരിക്ക എന്ന ലോകശക്തിയെ ഒരു ദരിദ്ര ജനത പ്രതിരോധിച്ചു നിർത്തിയതിൻ്റെ കഥയാണ് വിയറ്റ്നാം എന്ന രാജ്യത്തിന് പറയാനുണ്ടായിരുന്നത്. 1992 തങ്ങളുടെ സിനിമയ്ക്ക് സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ട് വിയറ്റ്നാം കോളനി എന്ന പേരിട്ടത് വളരെ രാഷ്ട്രീയ ബുദ്ധിയോടെയായിരുന്നു. സമൂഹം കുറ്റവാളികളെന്ന മുദ്രകുത്തി മാറ്റി നിർത്തിയ കോളനിവാസികളുടെ പ്രതിരോധവും അവരുടെ വിജയവും കണ്ട ആലപ്പുഴയിലെ ആ വിയറ്റ്നാം കോളനി. ഒരിക്കൽ ഈ വാതിൽ ഒരാളുടെ മുമ്പിൽ അടഞ്ഞാൽ പിന്നെ അവൻ പുറം ലോകം കാണില്ല. സിദ്ദിഖ് ലാൽ ചിത്രം വിയറ്റ്നാം കോളനിയിലെ ഈ വാതിൽ പറയുന്ന ചരിത്രം അങ്ങനെയാണ്. റാവുത്തറും ഇരുമ്പ് ജോണും സ്രാങ്കും വട്ടപ്പള്ളിയും പട്ടാളം മാധവിയും ഒക്കെ തകർത്തഭിനയിച്ച വിയറ്റ്നാം കോളനിയുടെ ഭാഗമാണിത്. സ്വാതന്ത്ര്യത്തിന് മുൻപ് ബ്രിട്ടീഷുകാരുടെ കൈവശമുണ്ടായിരുന്നതാണ് ആലപ്പുഴ സിവിൽ സ്റ്റേഷൻ വാർഡിലെ ഈ മാളികകൾ. പിന്നീട് ആലപ്പുഴയിലേക്ക് കച്ചവടത്തിനായി കുടിയേറിയെത്തിയ കച്ചി മേമൻ വിഭാഗത്തിൽപ്പെട്ടവർ ഇത് വാങ്ങി. അവരിൽ നിന്ന് ഗുജറാത്തി ജൈന വിഭാഗവും വൈഷ്ണവ വിഭാഗവും ചേർന്ന് വിലക്കെടുക്കുകയായിരുന്നു എന്നാണ് ചരിത്രം. സനാതൻ വൈഷ്ണവ് മഹാന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ ഭാഗങ്ങളിലാണ് 30 വർഷങ്ങൾക്ക് മുൻപ് വിയറ്റ്നാം കോളനി ചിത്രീകരിച്ചത്. ഇതിന്റെ തുടർച്ചയായുള്ള കെട്ടിടങ്ങൾ ജൈനക്ഷേത്ര ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. ഇത് നമ്മുടെ ജെയിൻ മതക്കാരുടെ ജെയിൻ ടെമ്പിളുകാർ സംരക്ഷിച്ചു വരുന്നൊരു ബിൽഡിങ്ങാണ്. അപ്പം പണ്ട് ഇതിൻ്റെ അകത്ത് നിരവധി താമസക്കാരുണ്ടായിരുന്നു. ഗുജറാത്തീസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ 10-20 ഫാമിലീസ് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. അവർ പിന്നെ പല പല കാരണങ്ങളാലും ബിസിനസ് സംബന്ധമായിട്ടും മക്കളുടെ വിവാഹശേഷമൊക്കെ ആയിട്ട് ഇവിടെ നിന്നൊക്കെ മാറി ബോംബെ, തമിഴ്നാട്, അങ്ങനെ മധുര, അങ്ങനെ പല പല സ്ഥലങ്ങളിൽ, ഇവിടെ തന്നെ ആലപ്പുഴയിലും പല പല സ്ഥലങ്ങളിലായിട്ട് താമസിക്കുന്നുണ്ട്. ഇപ്പം നിലവിൽ ഇത് കുറേ അധികം പഴക്കം ചെന്ന് പൊളിഞ്ഞു വീഴാറായിരിക്കുകയാണ്. സംരക്ഷിക്കണമെങ്കിൽ നല്ല പൈസ ചിലവുണ്ട്. ജെയിൻ ടെമ്പിളാണിത്. ജെയിൻ ടെമ്പിളിൻ്റെ കീഴിലാണ് ഈ സ്ഥലവും ഈ ഇവിടെയുള്ള മുറികളും ഒക്കെ സംരക്ഷിച്ചു പോകുന്നത്. 1992 ആ വർഷം ഏറ്റവും അധികം കളക്ഷൻ നേടിയ ചിത്രമായിരുന്നു ഇത്. അന്നത്തെ ബോക്സ് ഓഫീസിൽ 200-ലധികം ദിവസം പൂർത്തിയാക്കിയ സിനിമ എന്ന റെക്കോർഡും വിയറ്റ്നാം കോളനിക്കുണ്ട്. പ്രേക്ഷകർ ഏറ്റെടുത്ത കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു റാവുത്തർ. റാവുത്തറിനോട് വിയറ്റ്നാം കോളനിയിലെ നിവാസികൾക്കുണ്ടായിരുന്ന പേടി പ്രേക്ഷകനും തോന്നി എന്നതായിരുന്നു കഥാപാത്രത്തിന്റെ വിജയം. ഇന്നും റാവുത്തറിന്റെ ആരാധകർ ഇവിടെയുണ്ട്. ഇന്നും ഈ വിയറ്റ്നാം കോളനി ഇപ്പം നിങ്ങൾ ഷൂട്ട് ചെയ്തില്ലേ, ഈ സ്ഥലത്ത് ഞങ്ങൾ ഇന്നും പോകാൻ നേരത്തെ ആ റാവുത്തറിന്റെ ലുക്കിലാണ് ഇന്നും വിയറ്റ്നാം കോളനി ഞങ്ങൾ നോക്കിക്കാണുന്നത്. അത്രയും സെറ്റപ്പ് ഒരു വില്ലനായിരുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു ഇത് എനിക്ക് കട്ടുണ്ടോ ഉണ്ടോ, അപ്പോൾ അതിൻ്റെ ചെറുതുണ്ട്. അപ്പോൾ ആ ഈ പിടുത്തോ ഇതെല്ലാം റാവുത്തറിൻ്റെ ഒരു സ്റ്റൈലാണത്. കാര്യം ഭയങ്കര ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. വിയറ്റ്നാം കോളനി, ഷാർജ ടു ഷാർജ, അങ്ങനെ പല പല സിനിമ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണിത്. ഇനിയും ഇഷ്ടം പോലെ ഷൂട്ട് ചെയ്യാനുള്ള സംഭവമുണ്ട്. പക്ഷേ സംഭവം വീടിൻ്റെ ആ ഒരു പരമാവധി അത് പഴയ ഇതായതുകൊണ്ട് വിയറ്റ്നാം കോളനി ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഈ വാതിക്കൽ നിൽപ്പുണ്ട്. അപ്പോൾ റാവുത്തറിനെ കാണാൻ വേണ്ടി ആ ലുക്ക് ഇന്നും ഒരു പേടിയായി. ഈ റൂട്ട് പോകാൻ നേരത്ത് അയാൾ വല്ല ഇവിടെ നിൽപ്പുണ്ടോ എന്നൊരു തോന്നൽ മനസ്സിലുണ്ട്. കാര്യം ആ ഒരു പടം പോലെ ഒരു പടവും ഇതുവരെ ഇതിനകത്ത് ഷൂട്ട് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ആൾക്കാരെല്ലാം പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരു ഇതാക്കി എടുത്തപ്പോൾ ഈ നാടിനും ഈ സ്ഥലത്തിനും ഒരു പേരായി മാറി വിയറ്റ്നാം കോളനി സിനിമ. കാര്യം തൊട്ടടുത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം ഇതായതുകൊണ്ട്, വട്ടപ്പള്ളി തൊട്ടടുത്തായതുകൊണ്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഈ പേരുമായിട്ട്. ഗുജറാത്തി കെട്ടിടങ്ങളിൽ ഒന്ന് ഇന്ന് മിലിറ്ററി ക്യാൻറ്റീനാണ്. ഒരു കെട്ടിടത്തിന്റെ മേൽക്കൂര 2 വർഷങ്ങൾക്ക് മുൻപ് മഴയിൽ വീണു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടം ഇന്ന് മോശാവസ്ഥയിലാണ്. കെട്ടിടം സംരക്ഷിച്ച് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ
തോമസ് ഐസക് മന്ത്രിയായിരുന്നപ്പോൾ സർക്കാർ ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടതില്ലെന്നായിരുന്നു ഉടമസ്ഥരുടെ അഭിപ്രായം. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിവാൽ, 24 ആലപ്പുഴ. തീർച്ചയായും കോഴിക്കോടും അതുപോലെ തന്നെ കൊച്ചിയിലും മട്ടാഞ്ചേരിയിലും ഒക്കെ ഇതുപോലെ ഗുജറാത്തി സമൂഹം ജീവിച്ചിരുന്ന കെട്ടിടങ്ങളുണ്ട്. അതാണ്ട് ഇതേ ശൈലിയിലൊക്കെയുള്ള കെട്ടിടങ്ങൾ. പക്ഷേ ആലപ്പുഴയിലെ ഈ വിയറ്റ്നാം കോളനി സിനിമ ചിത്രീകരിച്ചിടം അത് ആ കഥാപാത്രങ്ങളോട് ചേർത്ത് ഇപ്പോഴും ആ കഥാപാത്രങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന മനുഷ്യരുണ്ട് എന്ന് പറയുന്നത് തന്നെ വലിയ കൗതുകമാണ്. ഏതായാലും ആ കെട്ടിടങ്ങൾ മട്ടാഞ്ചേരിയിലെയും കോഴിക്കോടെയും പോലെ സംരക്ഷിക്കപ്പെടട്ടെ. നാളെയിലേക്ക് ഒരു ഓർമ്മയായി അതവിടെ ഉണ്ടാകണം. അതൊരു കാഴ്ചയായി അവിടെ ഉണ്ടാവട്ടെ.